ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നന്നായി വായിച്ച് മനസ്സിലാക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചട്പട്ട് ഔർ നട്കട്ട് കഹാനി കാ യഹ് അംശ് പഠേ ഔർ 1 से 3 तक के प्रश्नों का उत्तर लिखे. ചട്പട്ട് ഔർ നട്കട്ട് എന്ന കഥയിലെ പാഠഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ച് 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. സർദിയാം അബി ശുരു നെഹി ഹുയി തി. തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മൗസം സാഫ് ത. നല്ല കാലാവസ്ഥയായിരുന്നു. ചട്കേലി ധൂപ് നിഗലി ഹുയി തി. വെയിൽ വരുന്നുണ്ടായിരുന്നു. ദോനോ ഭായി മസേ മേം ദൗഡ്തെ ചലേ ഗയെ. രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാല പാർക്കിയ. തോട് മുറിച്ച് കടന്നു. ബാഗ് പാർക്കിയ. തോട്ടം കടന്നു. ഗേത്ത് പാർക്കിയ. വയലും കടന്നുപോയി. ബർഗദക്കോ ബി പീച്ചെ ചോടുതിയ. ബർഗദ് മരത്തെയും പുറകിലാക്കി ഇവർ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ പോക്കർ തക്ക് പഹൂഞ്ചത്തെ ധോനോ ദക്കയെ ഔർ രുക്കയെ. എന്നാൽ കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചു. എന്നിട്ട് അവിടെ നിന്നു. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചട്കീലി ധൂപ് മേം വിശേഷൻ ശബ്ദ കോൺ സാ ഹേ. ചട്കീലി ധൂപ് എന്നതിൽ വിശേഷൻ ശബ്ദ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചട്കേലി എന്നതാണ് ആൻസർ. വിശേഷൻ ശബ്ദിൻ്റെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ആദ്യത്തെ വാക്കായിരിക്കും വിശേഷനായിട്ട് വരിക. എല്ലാവരും അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം. സഹി പ്രസ്താവ് ചുൻക ലിഖെ. ശരിയായ പ്രസ്താവന ഏതാണെന്ന് എടുത്തെഴുതാനാണ്. 1 മാർക്കാണ്. ഒരെണ്ണം കറക്റ്റായിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കി എഴുതണം. ബർഗദ തക്ക് പഹൂഞ്ചത്തെ ദോനോ ബച്ചെ തക്കയെ. ബർഗദ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ രണ്ടുപേര് ക്ഷീണിച്ചു. പോക്കർ തക്ക് പഹൂഞ്ചത്തെ ദോനോ ബച്ചെ തക്കയെ. കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ രണ്ടുപേരും ക്ഷീണിച്ചു. ബാഗ് തക്ക് പഹൂഞ്ചത്തെ ദോനോ തക്കയെ. തോട്ടത്തിലെത്തിയപ്പോഴാണ് രണ്ടാളും ക്ഷീണിച്ചത്. അടുത്തത് ഗേത്ത് തക്ക് പഹൂഞ്ചത്തെ ദോനോം വെച്ച് തക്കയെ. ഇതിലെ ആൻസർ നമ്മൾ വായിച്ചു. മുകളിൽ തന്നിരിക്കുന്ന ബോക്സിൽ തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതാണ് ശരിയായ ഉത്തരം. പോക്കർ തക്ക് പഹൂഞ്ചത്തെ ദോനോം വെച്ച് തക്കയെ. ഇനി അടുത്തത് ഇതിലെ മൂന്നാമത്തെ ചോദ്യമാണ്. ദോനോം ഭായി മസേമേം ദൗഡ്തെ ചലേ ഗയെ ക്യോ. രണ്ടാളും എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഓടിക്കൊണ്ടിരുന്നത്? അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ഓടിയത്. അടുത്തത് ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി തി. ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഡിപ്പി മീം ബക്കരി ദൂത് സെ ബന ദഹി ഥ ഔർ ചമ്മച്ച് ഹോളോं की टूटा हुआ था लेकिन उसके टूटे हाथे पर लकड़ी की गपची धागे से बांध दी गई थी. वाइसरॉय लॉर्ड माउंटबेटन और उनकी पत्नी गांधी जी को देखते रह गए. നാലാമത്തെ ചോദ്യം. സഹി വികൽപ്പ് ചുൻക ലിഖെ. ശരിയായത് ഏതാണെന്നാണ്. രണ്ടാമത്തെയാണ് ആൻസർ. വഹ് പ്ലസ് കെ ഉസ്കെ. അഞ്ചാമത്തെ ചോദ്യം. वाइसरॉय लॉर्ड माउंटബാറ്റൻ और उनकी पत्नी ഗാന്ധിജി को देखते रह गए क्यों. എന്തുകൊണ്ടാണ് വൈസ്രോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗാന്ധിജിയെ നോക്കിക്കൊണ്ടിരുന്നത്? അടുത്തത് ആറാമത്തെ ചോദ്യം. മാൻലെ ഗാന്ധിജി സാത്ത് की पहली मुलाकात के बारे में वाइसरॉय ने अपनी डायरी में लिखी. वह डायरी लिखी. ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ വൈസ്രോയി തൻ്റെ ഡയറിയിൽ എഴുതി. ആ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈസ്രോയിയുടെ ഡയറി എഴുതണം. ഡയറി എഴുതുമ്പോൾ ബോക്സ് വരച്ച് എഴുതണം. അതേപോലെ തന്നെ ഡേറ്റും ഏത് ദിവസവുമാണെന്ന് കൃത്യമായി എഴുതിയിട്ട് വേണം തുടങ്ങാൻ. ഏഴാമത്തെ ചോദ്യം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ ലിഖെ. തന്നിരിക്കുന്ന പോലെ വാക്യം മാറ്റി എഴുതാനാണ്. മീം തുമേ ലേ ജാത്താ ഹൂം മീം തുമേം ലേ ജാവൂങ്ക. ഹം കിസി തരഹ് പഹൂഞ്ച് ജാത്തേ ഹൈ. ഉത്തരം ഹം കിസി തരഹ് പഹൂഞ്ച് ജായേങ്കെ. അതാണ് അതിൻ്റെ ഉത്തരമായി വരിക. അടുത്തത്. കബ് തക് കവിത കി യേ പങ്ക്തിയാം പഠേ ഔർ 8 से 10 तक के प्रश्नों के उत्तर लिखे. കബ് തക് എന്ന കവിതയുടെ വരികളാണ് തന്നിരിക്കുന്നത്. കബ് തക് ജോഹത്തെ രഹോഗെ അപ്നി പഹ്ചാൻ ജാനനെ കെ ലിയേ ദൂസരെ കാ മുഹ് ഔർ കബ് തക് ആസരെ മേം രഹോഗെ കി കോയി ആയി ഔർ തുമാരെ ലിയേ. എട്ടാമത്തെ ചോദ്യം. മുഹ് ജോഹന സെ താൽപര്യ ഹേ. മുഹ് ജോഹന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ്. പ്രതീക്ഷ കർണ, പ്രായശ്ചിത്ത് കർണ, പ്രകട് കർണ,
പ്രാർത്ഥന കർണ. ഉത്തരം പ്രതീക്ഷ കർണ. ആദ്യത്തേതാണ് ഉത്തരം. അടുത്തത് സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികളെ കണ്ടെത്തി എഴുതാനാണ്. അപ്ന പരിചയ ജാനനെ കെ ലിയെ ദൂസരോं का इंतजार नहीं करो. സ്വയം തിരിച്ചറിയാനായിട്ട് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത്. ഈ ആശയം വരുന്ന വരികൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതണം. ആദ്യത്തെ 3 വരികളാണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കവി ഔർ കവിത കാ ആശയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ്. കവിതയുടെ ആശയം എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ആരെഴുതിയ കവിതയാണ് എന്ന് ആദ്യം എഴുതാൻ മറന്നു പോകരുത്. അടുത്തത് രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. പഹല ദൃശ്യ രാജൻ. मैं तुम लोगों का राजा हूँ. हे तुम राजा क्यों? राजन क्योंकि मैं तुम सबसे बड़ा हूँ. हेम मगर सिर्फ इसी बात से साबित नहीं होता कि तुम सबसे पहलवान भी हो. राजन क्या मेरी ताकत सबसे ज़्यादा नहीं है? लेट ले. हेम ठीक है. 11ാമത്തെ ചോദ്യം രാജ ഔർ വിദ്രോഹി നാടകക്കെ രചയിത കോൻ ഹെ. ആരാണ് ഈ നാടകം എഴുതിയത്? ഉത്തരം രവീന്ദ്രനാഥ ടാക്കൂർ. 12ാമത്തെ ചോദ്യം രാജ ഔർ വിദ്രോഹി നാടകക്കെ മഞ്ജീകരൺ കി സൂചന ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരെ. രാജ ഔർ വിദ്രോഹി എന്ന നാടകം സ്റ്റേജിൽ നടക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും. പോസ്റ്റർ 2 തരത്തിലുണ്ട്. സന്ദേശ പോസ്റ്ററും ഉണ്ട്, അല്ലാതെ ഒരു പരിപാടി നടക്കുന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററുമുണ്ട്. ഇവിടെ മഞ്ജീകരൺ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് സ്റ്റേജിൽ നടക്കുന്ന എന്നതിനെക്കുറിച്ച് എഴുതേണ്ട പോസ്റ്ററാണ്. ചിലപ്പോൾ സങ്കോഷ്ഠി സെമിനാർ നടക്കുന്നതിനെക്കുറിച്ചുള്ള പോസ്റ്റർ ആയിരിക്കും. അപ്പോൾ സന്ദേശ പോസ്റ്ററാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുന്ന പോസ്റ്ററാണോ എന്ന് നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാം. ഈ ക്വസ്റ്റ്യന് ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. രാജ ഔർ വിദ്രോഹി നാടകമേ രാജൻ രാജാക്കി ഭൂമിക നിഭാത്താ ഹെ. രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിൽ രാജനാണ് രാജാവായിട്ട് അഭിനയിക്കുന്നത്. നാടക അനുഭവ ബതാത്തെ ഹുയെ അപ്പനെ മിത്രക്കെ നാം രാജൻ കാ പത്ര ലിഖേ. രാജൻ തൻ്റെ നാടകത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ കോഷ്ടക സെ സഹി ശബ്ദ ചുൻകർ വാക്യക്കോ ആകെ ബഡായി. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ടാണ്. कवि लिख रहा है, कवि गाथा लिख रहा है, कवि जनता की गाथा लिख रहा है, कवि जनता की गौरव गाथा ലിഖ് രഹാ ഹെ. ഈ രീതിയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായും ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്യം തന്നെയാണ് ചോദിക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായി വായിക്കണം. അടുത്തത് ബോൺസായി കവിതയിലെ വരികളാണ്. തുമ്നെ ആംഗൻ സെ ഗോത്കർ മുझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में, हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे में ബോൺസായി में तब्दील हो गई. 14ാമത്തെ ക്വസ്റ്റ്യൻ ബോൺസായി കിസ് വിധാക്കി രചന ഹെ. ബോൺസായി ഏത് തരത്തിലുള്ള രചനയാണ്? ബോൺസായി കവിതയാണ്. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. സഹി മിലാൻ കരയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ചേരുംപടി ചേർക്കണം. ഉത്തരം നോക്കാം. ഇതിൻ്റെ ഉത്തരം കവിതയിൽ തന്നെയുണ്ട്, ശ്രദ്ധിച്ച് എഴുതുക. അടുത്തത് രാജ ഔർ വിദ്രോഹി നാടകത്തിലെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. രാജ ന്യായാധീശ് ഐസെ ബദ്മാഷോങ്കോ തും സജ ക്യോം നഹി ദേത്തെ. ന്യായാധീശ് इसलिए कि न्याय इन्हीं हाथ में है और इनके साथ पूरी सेना भी है. आप भी अब खामोश रहिए, राजमुकुट उतार दीजिए, जनता की भीड़ में मिल जाइए. 16ാമത്തെ ചോദ്യം ഐസെ ബദ്മാഷോങ്കോ തും സജ ക്യോം. ഐസെ ബദ്മാഷോങ്കോ 16ാമത്തെ ചോദ്യം ഐസെ ബദ്മാഷോങ്കോ തും സജ ക്യോം നഹി ദേത്തെ. ഇത് കിസ്കാ കഥൻ ഹെ. ഇങ്ങനെ ആരാണ് പറഞ്ഞതെന്ന്. ഉത്തരം ചോദ്യത്തിൽ തന്നെയുണ്ട്. രാജാക്ക കഥൻ, രാജാവാണ് പറഞ്ഞത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ രാജ ഔർ വിദ്രോഹി നാടകമേ രാജാക്കി ചരിത്രഗത വിശേഷതാവുമ്പോൾ ടിപ്പണിയിലേക്ക്. രാജാവിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈസ് പ്രസംഗ പർ പട്കഥാക്ക ഏക ദൃശ്യ തയ്യാർ കരെ. ഈ തന്നിരിക്കുന്ന ഭാഗം വെച്ചുകൊണ്ട് ഒരു തിരക്കഥ തയ്യാറാക്കാനാണ്. അടുത്തത് നോക്കാം. രാജ ഔർ വിദ്രോഹി നാടക के आधार पर 4 सही प्रस्ताव चुनकर लिखे. രാജ ഔർ വിദ്രോഹി നാടകത്തിലെ 4 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ശരിയായത് രാജ ലഡായി കർണ ചാഹത്തെ ഹൈ, दरबारी कवि विजयी जनता की गौरव गाथा लिखता है, जनता महाराज से लड़ना नहीं चाहती है, അദാലത്ത് में ന്യായ और अन्याय का फैसला होता है. ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാം.